അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി ഫാറ്റ് എംബോളിസത്തിന് മൈക്രോസ്കോപ്പിക്കലി നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഹൈപ്പറീമിയ ഉണ്ടാവും, എഡിമ ഉണ്ടാവും, നമ്മൾ പെട്ടക്കൽ റാഷ് പറഞ്ഞില്ലേ, അതുപോലെ പെട്ടക്കൽ ഹെമറേജ് ഉണ്ടാവും. പെട്ടക്കൽ ഹെമറേജ് ഉണ്ടാവും. ഇതൊക്കെയാണ് മൈക്രോസ്കോപ്പിക്കലി നോക്കുമ്പോൾ കാണാം. ഓക്കെ, പിന്നെ ചേഞ്ചസ് ഓഫ് ARDS പറയുന്നുണ്ട്. ARDS ഉണ്ടാവും, അതായത് അഡൽട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഓക്കെ, ഇനി നമ്മളിപ്പോ ഫാറ്റ് ഗ്ലോബ്യൂൾസിന് ഫാറ്റിന്റെ നോക്കാൻ നമ്മൾ കുറച്ച് സ്റ്റെയിൻസ് ഒക്കെ യൂസ് ചെയ്യില്ലേ? നമ്മൾ ഏതൊക്കെയായിരുന്നു? സുഡാൻ ഡൈസ്, മെയിൻ ആയിട്ട് നമ്മൾ ഓയിൽ റെഡ് ഒക്കെ അല്ലേ? ഓക്കെ, ആ ഒരു ഓയിൽ റെഡ് ഒക്കെ വെച്ച് നോക്കിയാൽ അതിന്റെ ചേഞ്ചസ് ഉണ്ടാവും എന്നൊക്കെ പറയാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫാറ്റിന് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്തിന്റെയാണ്? പൾമണറി ഫാറ്റ് എംബോൾസ് ആണെങ്കിലാണ്. പൾമണറി ഫാറ്റ് എംബോൾസ് ആണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ സിസ്റ്റമിക് ആണെങ്കിൽ സാധാരണ ഒരു ഫാറ്റ് എംബോൾസ് ഉണ്ടെങ്കിൽ അവരെവിടെയാ? വീനസ് സർക്കുലേഷനിലൂടെ പോയിട്ട് ലങ്സിലെത്തും. ഓക്കെ, ഇനി അതല്ല വേറെ എന്തെങ്കിലും കണ്ടീഷൻ ലൈക്ക് ഷണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പാറ്റന്റ് ഫൊറാമൻ ഒബേൽ ഉണ്ടെങ്കിൽ എന്താണ്? അവര് ഈ ഒരു വീനസ് സർക്കുലേഷനിൽ നിന്ന് ആർട്ടീരിയൽ സർക്കുലേഷനിലേക്ക് വരും. ഓക്കെ, അപ്പൊ അവര് പോയിട്ട് ഓരോ ഓർഗൻസിലൊക്കെയാണ് പോയിട്ട് ലോഡ് ചെയ്യുക. അവര് ലങ്സിലല്ല എത്താ, അവർ വേറെ ഓർഗൻസിൽ എത്തും. അപ്പൊ അവിടെ എന്തൊക്കെയാണ്? നമ്മൾ ബ്രെയിന് നോക്കുകയാണെങ്കിൽ അവിടെ പെറ്റക്കിയൽ ഹെമറേജസ് ഉണ്ടാവും. ബ്രെയിനിൽ പെറ്റക്കിയൽ ഹെമറേജസ് ഉണ്ടാവും. അതുപോലെ ഇപ്പൊ നമ്മൾ കിഡ്നി നോക്കുകയാണെങ്കിൽ, അതുപോലെ ഇപ്പൊ ബ്രെയിനിന്റെ മൈക്രോസ്കോപ്പിക്കലി നോക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? മൈക്രോ ഇൻഫാക്ട്സ് ഉണ്ടാവും, ചെറിയ ചെറിയ ഇൻഫാക്ട്സ് ഒക്കെ ഉണ്ടാവും. പിന്നെന്താ? എഡിമ ഉണ്ടാവും എന്നൊക്കെ പറയാം. കിഡ്നി നോക്കുകയാണെങ്കിൽ കിഡ്നിയിൽ ഈ പറഞ്ഞ പോലെ ഗ്ലോമറുലാർ കാപ്പിലറീസിലൊക്കെ ഫാറ്റ് എംബോളിസം ഉണ്ടാവും. പിന്നെന്താ? GFR ഒക്കെ കുറയും. ഓക്കെ, ട്യൂബുലാർ ഡാമേജ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പറയാം. ഇനിയിപ്പോ അതർ ഓർഗൻസിലൊക്കെ ഓരോന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ മതി, അത്ര മതി. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ ഗ്യാസ് എംബോളിസം. അപ്പൊ നമ്മുടെ ഫാറ്റ് എംബോളിസത്തിൽ എന്തൊക്കെയാ പറഞ്ഞത്? അതിന്റെ കോസസ് പറഞ്ഞു. കോസസ് എന്തൊക്കെയാണ്? ട്രോമാറ്റിക് കോസ് ആണെങ്കിൽ ട്രോമാറ്റിക് ബോൺസ്, അല്ലെങ്കിൽ ട്രോമാറ്റിക് സോഫ്റ്റ് ടിഷ്യൂ. നോൺ ട്രോമാറ്റിക് കോസസിൽ എന്തൊക്കെ പറയാം? ബേൺസ് പറയാം, ഡയബറ്റിസ് മെലിറ്റസ് പറയാം, ഫാറ്റി ലിവർ പറയാം, പാൻക്രിയറ്റൈറ്റിസ്, സിക്കിൾ സെൽ അനീമിയ ഒക്കെ പറയാം. പിന്നെ അതിന്റെ പാത്തോജനസിസിൽ ഒരു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ തിയറി ഉണ്ട്, ഒരു ബയോകെമിക്കൽ ഇഞ്ചുറി തിയറി ഉണ്ട്. ഓക്കെ, പിന്നെ കോൺസിക്വൻസസ് പറയുമ്പോൾ ഫാറ്റ് എംബോളിസം സിൻഡ്രോം പറയാം. പിന്നെ പൾമണറി ഫാറ്റ് എംബോളിസം ആണെങ്കിൽ നമ്മൾ എന്താ? അതിന്റെ മൈക്രോസ്കോപ്പിക്കലി ഹൈപ്പറീമിയും എഡീമിയും പെറ്റക്കൽ ഹെമറേജസ് ഒക്കെ ഉണ്ടാവും. സിസ്റ്റമിക്കൽ ആണെങ്കിൽ എന്താ? ബ്രെയിനിലൊക്കെ പെറ്റക്കൽ ഹെമറേജ് ഉണ്ടാവും എന്ന് പറയാം. കിഡ്നീസിലൊക്കെ ട്യൂബുലാർ ഡാമേജ് ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ഇസ് ഗ്യാസ് എംബോളിസം. ഗ്യാസ് എംബോളിസം ഏതൊക്കെ ഗ്യാസ് ആവാം? ലൈക്ക് നോർമൽ എയർ ആവാം, അല്ലെങ്കിൽ നൈട്രോജൻ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഗ്യാസസ്. ഓക്കെ, ഇതൊക്കെ പോയിട്ട് ചെറിയ ബബിൾസ് ആയിട്ട് സർക്കുലേഷനിൽ പോവും. അവരെന്ത് ചെയ്യും? ആ സർക്കുലേഷനിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കും. അപ്പോ എന്താ? ഇതിന് രണ്ട് സംഭവങ്ങൾ പറയും. ആദ്യം നമ്മൾ എയർ എംബോളിസം പറയും. ഓക്കെ, യൂഷ്വലി ഉണ്ടാകുന്ന എയർ എംബോളിസം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഡീകംപ്രഷൻ സിക്നസ് പഠിച്ചിട്ടില്ലേ? ബെൻസ് ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു ഡീകംപ്രഷൻ സിക്നസ് കാരണവും അവിടെയും എന്തായിരുന്നു? ചെറിയ ഗ്യാസസ് ഉള്ള ചെറിയ എയർ ബബിൾസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതും പറയും. അപ്പൊ ആദ്യം നമുക്ക് എയർ എംബോളിസം നോക്കാം. എയർ എംബോളിസം എന്താ? ഒന്നിക്കൽ വീനസ് സർക്കുലേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവാം എയർ, അല്ലെങ്കിൽ ആർട്ടീരിയൽ സർക്കുലേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവാം. നമ്മൾ വീനസ് പറയുമ്പോൾ, ഓക്കെ, വീനസ് എയർ എംബോളിസം. ഇത് എപ്പോഴൊക്കെയാണ് വരുന്നത്? ഓപ്പറേഷൻസ് ഓൺ ഹെഡ് ആൻഡ് നെക്ക്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തേലും നെക്കിലൊക്കെ എന്തേലും ഓപ്പറേഷൻസ് ചെയ്യാണ്. അപ്പൊ നെക്കിലെ മെയിൻ വെസൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ജുഗുലാർ വെയിന്, ഒക്കെ കരോട്ടിഡ് വെസൽസിലൊക്കെ എന്താവും? അല്ല, കരോട്ടിഡ് ഇവിടെ പറയാൻ പറ്റില്ല, വീനസ് അല്ലേ. അപ്പൊ ജുഗുലാർ വെയിനിലൊക്കെ എന്തുണ്ടാവും? എയർ ബബിൾസ് കയറാം. ഓക്കെ, അങ്ങനെ പോയിട്ട്
എയർ എംബോളായിട്ട് മാറും. ഓക്കെ. പിന്നെ ഒബ്സ്റ്റട്രിക്കൽ ഒബ്സ്റ്റട്രിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴും എന്തുണ്ടാവുക, അല്ലെങ്കിൽ ട്രോമ, ഒബ്സ്റ്റട്രിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ട്രോമ. ഇപ്പോൾ അബോഷൻസ്, അല്ലെങ്കിൽ നോർമൽ വെജൈനൽ ഡെലിവറി, അല്ലെങ്കിൽ സി സെക്ഷൻ, ഇവിടെയൊക്കെ എന്തുണ്ടാവാം, ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഇടയിൽ നമ്മുടെ വീനസ് സൈനസസിലേക്ക്, ഓപ്പൺഡ് അപ്പ് യൂട്രൈൻ വീനസ് സൈനസസിലേക്ക് എയർ കയറിയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം. ഓക്കെ. നെക്സ്റ്റ് ആണ് IV ഇൻഫ്യൂഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് ഒക്കെ IV ആയിട്ട് കയറ്റുമ്പോൾ എന്തുണ്ടാവും, അത് വഴിയും. പക്ഷെ അതെന്താ, കുറെ നല്ല എമൗണ്ടിൽ കയറിയാൽ മാത്രമേ വീനസ് എംബോളയായിട്ട് മാറുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ അത് IV പറയാം. അല്ലെങ്കിൽ ആൻജിയോഗ്രാഫി ഒക്കെ ചെയ്യുമ്പോൾ, ആൻജിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു വെസലിന്റെ, ഓക്കെ, നമ്മൾ ഹാർട്ടിന്റെ സ്റ്റഡി ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വെസലിലേക്ക്, ഇപ്പൊ നമ്മൾ കയ്യിലായിരിക്കും, ഓക്കെ, കയ്യിൽ ഏതെങ്കിലും ഒരു വെസലിലൂടെ, ഒരു വെയിനിലൂടെ എന്ത് ചെയ്യും, കത്തറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് അത് ഹാർട്ടിലെത്തിയിട്ട് പിന്നെ അവിടെ ഒരു ഡൈ കൊടുത്തിട്ട് അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കുന്ന ഒരു സംഭവമാണ് ആൻജിയോഗ്രാഫി. ഓക്കെ. അപ്പൊ ഈ കത്തറ്റർ ഒക്കെ കയറ്റുന്നതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കാം, ചിലപ്പോ എയർ ബബിള് കുടുങ്ങിപ്പോവാം. അപ്പൊ ആൻജിയോഗ്രാഫി പറയാം. ഇതൊക്കെ എന്താണ്, വീനസ് എയർ എംബോൾസ് ആണ്. ഇനി ഇതിന്റെ തന്നെ എഫക്റ്റ് പറയുന്നുണ്ട്. എഫക്റ്റ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് അത് ഞാൻ ഇവിടെ എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് പറയാം. എന്തൊക്കെ ഉണ്ടാവും, എമൗണ്ട് ഓഫ് എയർ, ഓക്കെ, ഒരു 100 to 150 ml അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായാൽ മാത്രമേ അത് വലിയ സീരിയസ് ആയിട്ട് മാറുള്ളൂ. ഇനിയിപ്പോ എത്ര പെട്ടെന്ന് മെല്ലനെ ആണ് ഈ എയർ കയറുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് കുറെ എയർ കയറുമ്പോൾ അതിന് നമ്മൾ റാപ്പിഡിറ്റി പറയും. ഓക്കെ. റാപ്പിഡിറ്റി ഓഫ് എൻട്രി. ഇനി പൊസിഷൻ ഓഫ് പേഷ്യന്റ്. ഇപ്പൊ നമ്മൾ അപ്രൈറ്റ് പൊസിഷനിലാണെങ്കിൽ നമ്മൾ എന്താ, സുപ്പീരിയർ വീന കേവ വഴി അത് എന്താ, ആ സുപ്പീരിയർ വീന കേവയിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊസിഷൻ ഓഫ് പേഷ്യന്റ്, ഹെഡ് മേലെ വെച്ചിട്ടുള്ള ഒരു, ലൈക്ക് ഹെഡ് ആണ് ട്രങ്കിനേക്കാളും മേലെ ഉള്ളെങ്കിൽ അതും പ്രശ്നമാണ്. ഓക്കെ. അപ്രൈറ്റ് പൊസിഷൻ ഒക്കെ അതിന് എക്സാമ്പിൾ. അപ്പൊ പൊസിഷൻ ഓഫ് പേഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. മാത്രമല്ല ആ ഒരു പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് ആർട്ടീരിയൽ പറയാം. ആർട്ടീരിയൽ എംബോളിസം. ഓക്കെ. ആർട്ടീരിയൽ പറയുമ്പോൾ എന്താണ്, എൻട്രി ഓഫ് എയർ ഇൻറ്റു പൾമണറി വെയിൻ ഒക്കെയാണ് പറയുന്നത്. പൾമണറി വെയിൻ ഓർ ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഇത് എപ്പോഴാണ് ഉണ്ടാവാം, കാർഡിയോ തൊറാസിക് സർജറി ഒക്കെ ഉണ്ടാവുമ്പോൾ. കാർഡിയോ തൊറാസിക് സർജറി. ഓക്കെ. അല്ലെങ്കിൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാരഡോക്സിക്കൽ ആയിട്ട് നമ്മൾ വല്ല ഷണ്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഫൊറാമൻ ഒവേലൊക്കെ വഴി നമ്മുടെ വീന സർക്കുലേഷനിൽ ആർട്ടീരിയൽ സർക്കുലേഷനിലേക്ക് വരാം. ഓക്കെ. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതിൽ എന്തൊക്കെ പറയാം, ഇതിന്റെ എഫക്ട്സ് ആയിട്ട് മാർബിൾ സ്കിൻ ഉണ്ടാവും. അതായത് ക്യൂട്ടേനിയസ് വെസൽസിലൊക്കെ ബ്ലോക്കേജ് ഉണ്ടാവുമ്പോൾ മാർബിൾ സ്കിന്ന് പറയാം. അതുപോലെ എയർ ബബിൾസ് പറയാം. എയർ ബബിൾസ് ഇൻ റെറ്റിനൽ വെസൽസിലൊക്കെ എയർ ബബിൾസ് നമ്മൾ റെറ്റിനോസ്കോപ്പി ഒക്കെ അല്ല, ഒഫ്താൽമോസ്കോപ്പി ഒക്കെ നോക്കുമ്പോൾ എന്ത് കാണും, എയർ ബബിൾസ് കാണും. അതൊക്കെയാണ്. പിന്നെ പാലർ ഓഫ് ടങ്ക് എന്നൊക്കെ പറയുന്നത്, അതൊക്കെയാണ് അതിന്റെ എഫക്ട്. നെക്സ്റ്റ് നമുക്ക് ഡീകംപ്രഷൻ സിക്നസ് പറയാം. ഡീകംപ്രഷൻ സിക്നസ്. ഓക്കെ. ഡീകംപ്രഷൻ സിക്നസ് പറയുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് എന്താ, ഇത് നമുക്ക് അറിയുന്നതന്നെ, ഇതിൽ അധികം ഒന്നും പറയാനില്ല. ഇപ്പൊ പെട്ടെന്ന് ഈ ഡീപ്പായിട്ട് ഡൈവ് ചെയ്യുന്നവര് നല്ല ഡീപ്പായിട്ട് പോയി, അതായത് നമ്മുടെ പ്രഷർ അറ്റ്മോസ്ഫറിക് എന്താ പ്രഷറിനെക്കാളും കൂടുതൽ, അതായത് ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് പോയാൽ പിന്നെ പെട്ടെന്ന് അസെൻഡ് ചെയ്താൽ എന്തുണ്ടാവും, കുറച്ച് എയർ ബബിൾസ് ഒക്കെ വെസൽസിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ ഡീകംപ്രഷൻ സിക്നസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നൈട്രജൻ ആണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതർ ഗ്യാസസ് ലൈക്ക് O2, CO2 ഒക്കെ. ഓക്കെ. ഇനി ഇതെന്താണ്,
ഈ ഒരു ആദ്യം ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാവുക, പക്ഷെ പെട്ടെന്ന് അസെൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇതൊക്കെ കൂടിയിട്ട് ഇതൊക്കെ കോയാലസ് ചെയ്തിട്ട് വലിയ ബബിൾസ് ആയിട്ട് ഒരു ലാർജ് എംബോളായി ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരു അൺപ്രഷറൈസ്ഡ് ക്യാബിൻസിൽ എയറിൽ ഫ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കും. ഓക്കെ, അവിടെയും സഡൻ ഡീകംപ്രഷൻ ഉണ്ടാവും. ഇതിന്റെ എഫക്ട്സ് പറയുമ്പോൾ എന്തൊക്കെയാണ്? എഫക്ട്സ് പറയുമ്പോൾ ഇത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്യും. എത്രമാത്രം ഡെപ്തിൽ പോയി അല്ലെങ്കിൽ എത്ര സമയം എക്സ്പോഷർ ഉണ്ടായിന്ന് ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ഏതൊരു റേറ്റിലാണ് അസെൻഡ് അല്ലെങ്കിൽ ഡിസെൻഡ് ചെയ്തതെന്നുള്ളതിനും ഡിപ്പെൻഡ് ചെയ്യും. മാത്രമല്ല ആ ഒരു ആളുടെ ജനറൽ കണ്ടീഷനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇതിന് തന്നെ ഒരു അക്യൂട്ട് ഫോമും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്രോണിക് ഫോമും ഉണ്ട്. അക്യൂട്ട് ഫോം ആണെങ്കിൽ അതിൽ ബെൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നത്. അപ്പൊ ബെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ ജോയിന്റ്സിലൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടാവുന്നതുകൊണ്ട് പേഷ്യന്റ് ഇങ്ങനെ എന്താ മടങ്ങി കിടക്കും, അതിനാണ് ബെൻസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ചോക്സ് ഉണ്ടാവും. അതായത് നമ്മൾ പൾമണറി സർക്കുലേഷനിലൊക്കെ പോയിട്ട് ഈ ഒരു എംബോളി എന്താ ലങ്സിലൊക്കെ പോയി അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാവും. മാത്രമല്ല സെറിബ്രൽ എഫക്ട്സും ഉണ്ടാവും. സെറിബ്രൽ എഫക്ട്സ് എന്താണ്? വേർട്ടിഗോ, കോമ, ഡെത്ത് വരെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിന്റെ ക്രോണിക് ഫോം പറയുകയാണെങ്കിൽ, ക്രോണിക് ഫോം പറയുമ്പോൾ എന്താണ്, കുറെ കാലത്തേക്ക്, അപ്പൊ ഒരു ഇസ്കീമിക് നെക്രോസിസ് ത്രൂ ഔട്ട് ദ ബോഡി ഒക്കെ ഉണ്ടാവും. ഓക്കെ, മെയിൻ ആയിട്ട് എവിടെയാണ്? സ്കെലറ്റൽ സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്താണ്? അവസ്കുലാർ നെക്രോസിസ്, അവസ്കുലാർ നെക്രോസിസ് ഓഫ് ബോൺ. അതാണ് ഇവിടെ അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? അവസ്കുലാർ നെക്രോസിസ് ഓഫ് ബോൺ, പിന്നെ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടാവും. ഓക്കെ, പിന്നെന്താണ്? ലങ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ഇതൊക്കെ പറയാം. ഓക്കെ, അതാണ് ഡീകംപ്രഷൻ സിക്നസ്. ഇനി നമുക്ക് എന്ത് നോക്കാം? അമ്നിയോട്ടിക്. ലാസ്റ്റ് ടോപ്പിക് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം. അപ്പൊ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്താ? ഇറ്റ് ഇസ് ദി മോസ്റ്റ് സീരിയസ്, അൺപ്രഡിക്റ്റബിൾ ആൻഡ് അൺപ്രിവെന്റബിൾ കോസ് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി എന്നൊക്കെ പറയുന്നത്. മെറ്റേണൽ മോർട്ടാലിറ്റി ഒക്കെ ഉണ്ടാക്കുന്നതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു, ഏറ്റവും കോമൺ എന്നല്ല, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ ഡ്യൂറിങ് ലേബർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് പോസ്റ്റ്പാർട്ടം പീരീഡിലാണ് ഈ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താവും, നമ്മുടെ സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ സർക്കുലേഷനിൽ എൻ്റർ ചെയ്തിട്ട് അവര് എവിടെ എത്തും? ആ വീനസ് സൈഡിൽ എത്തിയിട്ട് അവര് റൈറ്റ് സൈഡ് ഓഫ് ഹാർട്ടിൽ എത്തും. പിന്നെ നമ്മളിപ്പോ ഈ ഒരു നമ്മള് ഡെത്ത് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ലങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ കണ്ടൻസ് ആയിട്ടുള്ള വെർണിക്സ്, കാസിയോസ, അങ്ങനെ മ്യൂക്കസ്, ബൈലൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ കാണാം. ഓക്കെ, ഇവിടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ലങ്സിലാണ്. ലങ്സിൽ ഹെമറേജസ് ഉണ്ടാവും, ലങ്സിൽ ഹെമറേജസ് ഉണ്ടാവും, കഞ്ചഷൻ ഉണ്ടാവും, അതുപോലെ എഡിമ ഉണ്ടാവും. പിന്നെ ARDSന്റെ എന്താ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഇനി ഈ ക്ലിനിക്കലി എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാം? ഓക്കെ, സഡൻ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവും, സഡൻ റെസ്പിറേറ്ററി ഡിസ്ട്രസ്. പിന്നെ ഓക്കെ, ഒരു കാർഡിയോവാസ്കുലർ ഷോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കൺവൽഷൻസ് ഉണ്ടാവും, കോമ ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ എന്താ ഡെത്തും സംഭവിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ്. പിന്നെന്താണ് കോസ് ഓഫ് ഡെത്ത്? എന്ത് കാരണമാണ് കോസ് ഓഫ് ഡെത്ത് ഉണ്ടാവുക? മെക്കാനിക്കൽ ബ്ലോക്കേജ് കാരണമാണ് യൂഷ്വലി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കാരണം ഒരു അനാഫിലാക്ടോയിഡ്. ഇപ്പൊ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ സബ്സ്റ്റൻസ് പോലെ ആക്ട് ചെയ്തിട്ട് അവിടെ ഒരു എന്ത് സംഭവിക്കാം? അനാഫിലാക്ടോയിഡ് റിയാക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ DIC ഉണ്ടാവാം, ഹെമറേജ് ഒക്കെ ഉണ്ടാവാം. അതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം. ഇത്രയേ ഉള്ളൂ, ടോപ്പിക് കഴിഞ്ഞ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണേ? താങ്ക് യു.